London vlog part 2. ഹലോ എവ്രി വൺ. അപ്പോൾ മോർണിംഗ് തന്നെ എണീറ്റ് ഡ്രസ്സൊക്കെ ഡിസൈഡ് ചെയ്ത് ഞങ്ങൾ വേഗം റെഡിയായി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പാർക്കുണ്ട് ഇവിടെ അടുത്ത് തന്നെ. ഞാൻ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോണത്. അപ്പോൾ ഇവരെ കൂടെ ആകുമ്പോൾ വൈബാണല്ലോ. യെസ്. അയ്യോ അതൊന്നും കാണുന്നില്ല. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ലഞ്ചിൽ പോയി ഫുഡ്. ഓക്കെ, ഇത് ഫുള്ള് നീ കഴിക്കണേ ശ്രീയ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഈ യോഗട്ടും ബെറീസിൻ്റെത്. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ട്രൈ ചെയ്തു യമ്മി ആയിരുന്നു. ഞാൻ വീണ്ടും പോയി ഒരെണ്ണം കൂടി എടുത്തു വന്നു. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു. ക്രൂ ലോഞ്ച്. ക്രൂ ലോഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ക്രൂകൾ യൂഷ്വലി ഇന്ത്യൻസ് ആണല്ലോ. നമ്മൾ എയർ ഇന്ത്യ ക്രൂവിനെ മാത്രമേ ഞാനിവിടെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് അടിച്ച് ഒരു ഹാഫ് ആൻ അവർ നമ്മൾ വയറിനൊക്കെ റെസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഇതിലോട്ട് ജമ്പ് ചെയ്തത്. ഇറ്റ് വാസ് ഗുഡ് ആൻഡ് ദ ലോഞ്ച് വാസ് ലൈക്ക് എം ടി ആണെങ്കിൽ നമുക്ക് സ്വയം അവിടെ ഇരുന്ന് വൈബ് ചെയ്യാൻ കുറച്ച് ഗെയിംസ് ഒക്കെ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണുള്ളത് ലോഞ്ചിൽ. വഴി തെറ്റിയാലും നിങ്ങൾ എന്നോട് പൊറുക്കില്ലേ? എന്നോട് പൊറുക്കില്ല. അങ്ങനെ മെയിൻ പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങളപ്പോൾ തന്നെ പാർക്കിലേക്ക് വിട്ടു. പാർക്കിൽ പോയി കുറച്ച് നേരം ഒന്ന് വൈബ് ചെയ്ത് കഴിഞ്ഞ് സെയിം ഡേ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം ഈവനിങ്. അപ്പോൾ ഞങ്ങൾ വേഗം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് കിടന്നുറങ്ങി എണീറ്റ് ലഞ്ച് കഴിച്ച് റെഡിയായി പോകാനുള്ള പ്ലാൻ. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. വല്ല കമ്പവും കൊള്ളോ ചെടിയൊക്കെ പോണ വഴി വെച്ചൊരു വിചിത്രമായ ഒരു ജീവനെയും കണ്ടിട്ടുണ്ടായിരുന്നേ. കണ്ട ഒരു ജിറാഫ് കൂട്ടാണ്, പക്ഷെ ജിറാഫിൻ്റെ അത്ര ഹൈറ്റ് ഇല്ല. പക്ഷെ അവരെ മുഖമൊക്കെ ഓൾമോസ്റ്റ് സെയിം പോലെ എനിക്ക് ഫീൽ ചെയ്തു. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ പാർക്കല്ല ഇവിടുത്തത്. ഇവിടുത്തെ കുറച്ചും കൂടി മോഡിഫൈഡ് ആൻഡ് ഡെവലപ്ഡ് കൈൻഡ് ഓഫ് പാർക്കാണുള്ളത്. ഇതിൽ സ്വിങ്ങും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കുറേ വെറൈറ്റി സാധനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് എൻ്റെ ഫേവറേറ്റ് റൈഡ് എന്ന് പറയാം. കണ്ടു നോക്ക്. കേറാൻ പറ്റും. സൂമിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ റൈഡും വീണ്ടും 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 പോയി എൻജോയ് ചെയ്യാൻ തോന്നാം. തീരെ ബോർഡും തീരെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. എനിക്ക് ശരിക്കും നല്ല വേർത്തായിട്ട് തോന്നി. ഈ റൈഡിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും വെയിറ്റ് വെച്ചിട്ടുള്ള സംഭവമാണ്. അതിൽ ശ്രീയ ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഐശ്വര്യനായിട്ടൊന്ന് ഞങ്ങളൊന്ന് പോയപ്പോഴാണ് കറക്റ്റായിട്ട് ഞാൻ ഈ റൈഡൊന്ന് എൻജോയ് ചെയ്തത്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നല്ല രസമായിരിക്കില്ലേ? ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലി അതെ നമുക്ക് നല്ലതാണ്. കുറച്ചൊരു എന്താ പറയുക, ഒരു ജിമ്മിലൊക്കെ പോണ ഒരു പുള്ളപ്പ് എടുക്കണ ഒരു ഫീലൊക്കെ ആയിരുന്നു. സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ചെറീസ് ഉണ്ടായിരുന്നു. ഫുള്ള് താഴെ മൊത്തം ചെറീസുകൾ ഇങ്ങനെ കെടുക്കായിരുന്നു. എൻ്റെ ഷൂകളൊക്കെ ഫുള്ള് കളർ അതിൻ്റെ സ്റ്റെയിനായി മൊത്തം. പക്ഷേ നൈസായിരുന്നു. ഇങ്ങനെ പ്ലക്ക് ചെയ്ത് നമുക്ക് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ കുറേ അങ്ങനെ അതൊക്കെ വാരി കഴിച്ച് ലിറ്ററലി ഐ ലവ്ഡ് ഇറ്റ്. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ലണ്ടൻ ലീവ്. ഇനി കുറച്ച് മ്യൂസിക് കേട്ടാലോ? ഈ റൈഡ് ഭയങ്കരമാണ്. വേറെ ലെവൽ റൈഡായിരുന്നു. പിന്നെ അവിടെ എഴുതി വെക്കണമായിരുന്നു ഓൺലി ഫോർ കിഡ്സിന്. എൻ്റെ വെയിറ്റ് കാരണം സംഭവം നീങ്ങിയില്ല. ഇത് കുഞ്ഞു കുട്ടികൾക്കുള്ളതാ. ഏറ്റവും കോമഡി സ്ത്രീയുടെ എക്സ്പ്രഷനാണ്. നിങ്ങൾ അതൊന്നും കൂടി ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. അവളോട് നെഞ്ചൊക്കെ പിടിച്ചാൽ നിന്നിരുന്നു ഞാൻ വീഴോ എന്നുള്ള. ശരിക്കും എന്താ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ വീഡിയോയിൽ ആ ഒരു എഫക്റ്റ് കിട്ടില്ല. നമ്മളതിൽ ഇരുന്ന് റൈഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു എഫക്റ്റ് വരുന്നത്. അതിലൊരു ടേൺ എടുത്തപ്പോഴേ നമ്മളുടെ ഹാർട്ട് തിരിച്ചൊന്ന് നീങ്ങിപ്പോവും.
ഞാൻ നുണ പറയുന്നതല്ലേ, കാര്യമായിട്ട് പറഞ്ഞതാണ്. നല്ല വ്യൂ ആയിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടുമ്പോൾ തന്നെ എയർക്രാഫ്റ്റ് അതിൻ്റെ മേലെ കൂടെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ സാഡ്ലി എൻ്റെ ക്യാമറമാനിന് അത് എടുക്കാൻ പറ്റിയില്ല. വാട്ട് ഇസ് ദിസ് ബിഹേവിയർ ശ്രീയ? ഇവിടെ കോമഡി ആയിരുന്നേ. ഇവിടെ പോസ്റ്റുമ്പോഴൊക്കെയാണ് ഇവർ ചെടിച്ചട്ടി വെച്ചിരിക്കണത്. നമ്മുടെ നാട്ടിലൊന്നും ഞാനത് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ എല്ലായിടത്തും ചെടിച്ചട്ടികളുണ്ടായിരുന്നു. എന്നാൽ അത് ഭയങ്കര അട്രാക്റ്റീവാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി ചെറിയ രീതിയിൽ സ്നാക്സ് എടുത്തു. കാരണം നമ്മളവിടെ ഓടി കളിച്ച് കുറേ എനർജി വേസ്റ്റ് ചെയ്തല്ലോ. ചെറുതായൊന്ന് വിശന്നു. അപ്പോൾ ഞങ്ങളത് സ്നാക്സൊക്കെ വാങ്ങിച്ച് റൂമിലോട്ട് വന്നു. അങ്ങനെ നമ്മുടെ ഡേ ഔട്ട് കഴിഞ്ഞു. എന്നാലും നമ്മൾ വൈബ് 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 വൈബ്. ഞാൻ ശരിക്കും വൈബ് വൈബ് എന്നുള്ള ആ പാട്ടിനുള്ള റീൽ ചെയ്യാനുള്ള പ്ലാനായിരുന്നു. രണ്ടെണ്ണത്തിൻ്റെ മുഖം കണ്ടറിയാം, രണ്ടും ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. അതുകൊണ്ട് അത് ഫ്ലോപ്പായി. പിന്നെ ഞങ്ങൾ ഉറങ്ങി എണീറ്റിന് ശേഷം അടുത്തുള്ള തന്നെ ഒരു പിസ്സ ഷോപ്പിൽ പോയി ഒരു മാർഗരീറ്റ പിസ്സ വാങ്ങിച്ച് റൂമിലോട്ട് കൊണ്ടുവന്ന് അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആവാനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ആരാണത്? എല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഫ്ലൈറ്റിന് പോവായി കഴിഞ്ഞു. സാഡ്ലി സേയിങ് ഗുഡ് ബൈ ടു ലണ്ടൻ. അങ്ങനെ റെഡിയായി എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റും ലാൻഡായി. ഒരു ഡിലേ ഒന്നുമില്ലാണ്ട് ഞങ്ങൾ ഓൺ ടൈം തന്നെ ഫ്ലൈ ചെയ്തു ഗൈസ്. എല്ലാവർക്കും എൻ്റെ ലണ്ടൻ വ്ലോഗ് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.